മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹോണിബാഗിലു പാലം ഉത്സവാന്തരീക്ഷത്തിൽ തുറന്നു. മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പൊതുമരാമത്ത് പണികളും അടുത്ത വർഷം ജനുവരിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ഹോണിബാഗിലു പാലം തുറക്കുന്നതിനെതിരെ നാട്ടുകാർ. ഉദ്ഘാടന ചടങ്ങിനരികിൽ പ്രതിഷേധ മാർച്ച്. മംഗലാപുരം കണ്ണൂർ ദേശീയപാതയിൽ KSRTC ബസ് സർവീസ് മുടങ്ങി. ഡിപ്പോയ്ക്ക് മുന്നിൽ BJPയുടെ ഉപരോധ സമരം. ഗോഡൌണുകളിൽ സൂക്ഷിച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കും. HIL ഏറ്റെടുക്കുന്നതിനെതിരെ നാട്ടുകാരുടെ എതിർപ്പ്. ഹൊസങ്കടിയിൽ നിയന്ത്രണം വിട്ട ഓമ്നി വാൻ വയലിലേക്ക് മറിഞ്ഞു. 2 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ഹോണിബാഗിലു പാലം ഉത്സവാന്തരീക്ഷത്തിൽ തുറന്നു. മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പൊതുമരാമത്ത് പണികളും അടുത്ത വർഷം ജനുവരിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. മലങ്കര ഹോണിബാഗിലു പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവാന്തരീക്ഷത്തിലാണ് പാലം ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനത്തിലെത്തിയ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ നാട്ടുകാർ പൂമാലയിട്ട് സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചു. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ മന്ത്രി പാലം നാടിന് സമർപ്പിച്ചു. മിഷൻ 616 എന്ന പേരിൽ സംസ്ഥാനത്ത് 100 പാലങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടെന്നും അതിൽ 21ാമത്തെ പാലമാണിതെന്നും മന്ത്രി പറഞ്ഞു. മുടങ്ങിക്കിടക്കുന്ന പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയത് മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ വർക്കുകളുണ്ട്, അതിനു മുമ്പുള്ള ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ വർക്കുകളുണ്ട്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനാണ് മിഷൻ 676 എന്ന പദ്ധതി കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചത്. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, നമ്മൾ ഈ ജനുവരി 5-ാം തീയതി മുതൽ 400 ദിവസം തികയുമ്പോൾ 100 പാലം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. ഈ റോഡിന്റെ അപ്രോച്ച് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും പാലം ഉദ്ഘാടനത്തിനെതിരെ ചിലർ നടത്തിയ പ്രതിഷേധം നിർഭാഗ്യകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PB അബ്ദുൾ റസാഖ് MLA അധ്യക്ഷത വഹിച്ചു. മലങ്കര ഹോണിബാഗിലു പാലം തുറക്കുന്നതിനെതിരെ ഉദ്ഘാടന ചടങ്ങിനരികിൽ നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. പാലം പണി പൂർണ്ണമായും പൂർത്തിയായില്ലെന്നും എന്നാൽ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തുകയായിരുന്നുവെന്നും ആരോപിച്ചായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പുറത്ത് മന്ത്രിയുടെ പ്രസംഗം നടക്കുമ്പോഴായിരുന്നു പ്രതിഷേധ പ്രകടനം. പാലത്തിന്റെ സമീപം താമസിക്കുന്നവരുടെ വീടുകളിലേക്ക് ഇറങ്ങാനുള്ള റോഡും നിർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതുവഴി കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. പ്രതിഷേധത്തിന് KA സന്തോഷ് കുമാർ, K രാമകൃഷ്ണ റായ്, ജെമ്മി ഡിസൂസ, ബാബു ഭണ്ഡാരി, M മുനീർ എന്നിവർ നേതൃത്വം നൽകി. ബീജന്തടുക്ക, അടിമ്പായി, ചെടേക്കാൽ, മാന്യ ലിങ്ക് റോഡും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കമറുദ്ദീൻ പല യോഗങ്ങളിലും പറയുന്നത് പോലെ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, റോഡുകള്, പാലങ്ങള്, ബിൽഡിങ്, ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന അവസരങ്ങളിൽ അത് നമുക്ക് കഴിഞ്ഞ കാലത്തേക്കാൾ 1 നയാ പൈസ കൂടുതൽ നമുക്ക് ബഡ്ജറ്ററി സപ്പോർട്ടില്ല. ഒരു തുച്ഛമായ സംഖ്യയാണ് ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നത്. ബഡ്ജറ്റിലുള്ള സംഖ്യ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അത് മാത്രം ചെലവ് ചെയ്തുകൊണ്ടല്ല കേരളത്തിലെ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നത്. 2.25 കോടി ചിലവിലാണ് ബീജന്തടുക്ക, അടിമ്പായി, ചെടേക്കൽ, മാന്യ ലിങ്ക് റോഡ് നിർമ്മിച്ചത്. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. മാഹിൻ കേളോട്ട്, സുധാ ജയറാം എന്നിവർ സംസാരിച്ചു. മംഗലാപുരം കണ്ണൂർ ദേശീയപാതയിൽ KSRTC ബസ് സർവീസ് മുടങ്ങി. ഡിപ്പോയ്ക്ക് മുന്നിൽ BJP ഉപരോധ സമരം നടത്തി. ഇലക്ട്രിക് മെഷീൻ കേടായതിനെ തുടർന്നാണ് ശനിയാഴ്ച മംഗലാപുരം കണ്ണൂർ ദേശീയപാതയിൽ KSRTC ബസ് സർവീസ് മുടങ്ങിയത്. സർവീസ് മുടങ്ങിയതോടെ നിരവധി യാത്രക്കാർ ദുരിതത്തിലായി. KSRTCയെ പ്രതീക്ഷിച്ചെത്തിയ പലർക്കും മറ്റു വഴികൾ തേടേണ്ടി വന്നു.
സ്കൂളിലും ജോലിസ്ഥലങ്ങളിലും എത്തിച്ചേരേണ്ട യാത്രക്കാർ വഴിവക്കിലായി. സംഭവം വൻ പ്രതിഷേധത്തിനും വഴിയൊരുക്കി. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രവർത്തകർ KSRTC ഡിപ്പോ ഉപരോധിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. യാത്രക്കാരെ പെരുവഴിയിലാക്കുന്ന രീതി തുടർന്നാൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് K. ശ്രീകാന്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർവർ കേടായതിൻ്റെ പേരിൽ നിർത്തിവെച്ചിരിക്കുന്നത് പ്രതിഷേധാർഹമാണ്. സർവർ കേടായാൽ പകരം പ്രിന്റഡ് ടിക്കറ്റ് നൽകിക്കൊണ്ട് സർവീസ് നടത്താവുന്നതായിരുന്നു. പക്ഷേ KSRTCയുടെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ അനാസ്ഥ കൊണ്ട് ആ സംവിധാനം ഏർപ്പെടുത്താൻ KSRTC അധികൃതർ തയ്യാറായില്ല. നാട്ടുകാരുടെയും BJPയുടെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തെ ബന്ധപ്പെട്ട DTOനെ അറിയിക്കുകയും തുടർന്ന് പ്രിന്റഡ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കുകയും അങ്ങനെ ബസ് ഓട്ടാൻ തയ്യാറാവുകയും ചെയ്തു. KSRTC കാസർഗോഡ് ജനതയോട് കാട്ടിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ അവഗണന KSRTC അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അധികൃതരെ അറിയിക്കാനുള്ളത്. ധനഞ്ജയ മധൂർ, സുധാമ ഗോസാഡ, S. കുമാർ, P. രമേശ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഒടുവിൽ കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ നടപടികൾ ആരംഭിച്ചു. സ്ഥലപരിശോധന നടപടികൾ തുടങ്ങി. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് ജീവൻ വയ്ക്കുന്നു. കോടതി വ്യവഹാരങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ മേൽപ്പാലത്തിനുള്ള ബേസിക് ഇവാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. മേൽപ്പാലത്തിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായി ബേസിക് ഇവാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനായി ലാൻഡ് അക്യൂസേഷൻ തഹസിൽദാർ N. പ്രഭാകരയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം മേൽപ്പാലം കടന്നുപോകുന്നതും പരിസര പ്രദേശത്തെ സ്ഥലങ്ങളും പരിശോധിച്ചു. ബേസിക് ഇവാലുവേഷൻ റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗോഡൌണുകളിൽ സൂക്ഷിച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കും. ജില്ലാ ഭരണകൂടമാണ് നടപടി സ്വീകരിച്ചത്. കാസർഗോഡ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണിൽ 1600 പാലക്കാട് 300 ലിറ്റർ എൻഡോസൾഫാൻ കീടനാശിനിയാണ് നിർവീര്യമാക്കുന്നതിനു വേണ്ടി സൂക്ഷിച്ചിട്ടുള്ളത്. ഹൈഡൻസിറ്റി പോളി എത്തിലിൻ ബാരലുകളിലാണ് 1900 ലിറ്റർ എൻഡോസൾഫാൻ സൂക്ഷിച്ചിട്ടുള്ളത്. എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിന് ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡ് കമ്പനിയെ ചുമതലപ്പെടുത്താനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ മറ്റ് ചില കമ്പനികൾ കൂടി രംഗത്ത് വന്നിരുന്നുവെങ്കിലും ആവശ്യമായ സംവിധാനങ്ങളില്ലാത്തതിനാൽ ഒഴിവാക്കുകയായിരുന്നു. 10 ലക്ഷം രൂപയാണ് കീടനാശിനി നിർവീര്യമാക്കാനുള്ള ചിലവെന്ന് ജില്ലാ കളക്ടർ മുഹമ്മദ് സഗീർ പറഞ്ഞു. 7 കമ്പനികളെ വിളിച്ചിരുന്നു ഇത് ഡിസ്പോസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് അറിയാവുന്ന ടെക്നോളജിയുള്ള. പക്ഷേ 2 പേരെ വന്നുള്ളൂ. ഒന്ന് ഭാമി റിസർച്ച് ലാബോറട്ടറി എന്ന് പറഞ്ഞിട്ട് മാംഗ്ലൂരിൽ നിന്ന്, പിന്നൊന്ന് ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡ് HIL തയ്യാറാണ്. HIL ഓഫ് കോഴ്സ് അവർ ഇതിൻ്റെ മാനുഫാക്ചറേഴ്സ് ആയിരുന്നു. പിന്നെ ഇപ്പോഴും അവർ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. HIL തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ HIL കരാർ ഏറ്റെടുക്കുന്നതിനെതിരെ കളമശ്ശേരിയിൽ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും എതിർപ്പുകളുണ്ട്. നിർവീര്യമാക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ കരാറിനെ എതിർക്കുന്നത്. നിയന്ത്രണം വിട്ട ഓമ്നി വാൻ വയലിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. മഞ്ചേശ്വരം പൊസോട്ടായിരുന്നു അപകടം. ശനിയാഴ്ച രാവിലെ പൊസോട്ട് പെട്രോൾ പമ്പിനടുത്തായിരുന്നു അപകടം. ഉപ്പളയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്ക് പോവുകയായിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. മഞ്ചേശ്വരം കേബിൾ ഓപ്പറേറ്റർ ഉസ്മാൻ പാണ്ഡ്യാലയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടിയിലുണ്ടായിരുന്ന ഖലീൽ, മജീദ് എന്നിവർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ഖലീലിനെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം പൂർണ്ണമായും തകർന്നു. മധൂർ GJBSൽ വായനാ ദിനം ആചരിച്ചു. സ്കൂളിലായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്ര റായ് ഉദ്ഘാടനം ചെയ്തു. ವಾಚನ ವಾರ ಸಾಂಕೇತಿಕವಾಗಿ ಮಾತ್ರ ಮಾಡುವಂತಹ ಶಾಲೆಗಳಲ್ಲಿ ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. ಹಾಗೆ ಈ ಶಾಲೆ ಹಾಗಲ್ಲ. ಯಾವುದೇ ಕಾರ್ಯಕ್ರಮ ಇಟ್ಟರೂ ಕೂಡ ನಾವು ಅದನ್ನು ಉತ್ತಮ ರೀತಿಯಿಂದ, ಅದು ನಮಗೆ ಪ್ರಯೋಜನ ಬರುವ ರೀತಿಯಲ್ಲಿ ನಾವು ನಡೆಸುವಂತಹ ಪದ್ಧತಿ. ಇದು ಕೂಡ ಹಾಗೆಯೇ ಒಂದು ಉತ್ಸವವಾಗಿ ಒಂದು ವಾಚನ ವಾರ ನಮ್ಮೆಲ್ಲರ ಭವಿಷ್ಯದಲ್ಲಿ ಅದು ನಮಗೆ ಉಪಯೋಗಪ್ರದವಾಗಲಿ ಅಂತ ನಾನು ಪ್ರಥಮವಾಗಿ ಹಾರೈಸ್ತೇನೆ. ഹർഷദ് ഗോർക്കടി മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് ഗോപാല നായക് അധ്യക്ഷത വഹിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായുള്ള പുസ്തക വണ്ടി, അമ്മ വായന, പുസ്തക പരിചയം, അമ്മയ്ക്കൊരു പുസ്തകം, സ്കൂൾ ലൈബ്രറി വികസിപ്പിക്കൽ,
പുസ്തക പ്രദർശനം, സാഹിത്യകാരന്മാരുമായി അഭിമുഖം എന്നിവ സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ സീതാരാമ, താരാനാഥ് മഥൂർ, ബാലകൃഷ്ണ അഗ്ഗിത്തായ, ബേബി സവിത എന്നിവർ പ്രസംഗിച്ചു. ഇനി പുണ്യം തേടി. SYS റംസാൻ റിലീഫ് വിതരണം നടത്തി. കടമ്പാറിലായിരുന്നു പരിപാടി. SYS ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖുർആൻ വിളിക്കുന്നു പരിപാടിയുടെ ഭാഗമായി കടമ്പാർ ശാഖയിലാണ് റിലീഫ് സംഘടിപ്പിച്ചത്. അഷ്റഫ് തങ്ങൾ മണ്ണമ്പാറ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിനകത്താണ് നമ്മുടെ നിയ്യത്ത്. നമ്മൾ പറയും നിയ്യത്ത് നന്നായാൽ ഒക്കെ നന്നായി, നിയ്യത്ത് നന്നായാൽ എല്ലാം നന്നായി. അപ്പൊ നമ്മളെ നിയ്യത്ത് എന്തായിരിക്കണം? അത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്, മനുഷ്യരെ പിൻപറ്റാൻ വേണ്ടിയല്ല. ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാ നാസം ബിബിൽ മുസ്ലില. നീ മനുഷ്യന്റെ അഭിപ്രായത്തിന് വില വെക്കാൻ പാടില്ല. അവൻ ഇത് പറയും, അവൻ അത് പറയും, ഞാൻ വല്ലതും പറയും, പക്ഷെ നിന്റെ നിയ്യത്ത് റബ്ബിന്, അത് റബ്ബിന്റെ തൃപ്തിയാണോ? യെസ്. നിർധനരായ 600 കുടുംബങ്ങളെ കണ്ടെത്തി അവർ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളാണ് വിതരണം ചെയ്തത്. 18 ലക്ഷം രൂപയുടെ റിലീഫ് പ്രവർത്തനമാണ് ഈ വർഷം നടത്തിയത്. അടുത്ത വർഷം മുതൽ 75 കുടുംബത്തിന് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയും 25 ക്വിന്റൽ അരി നൽകാനുള്ള പദ്ധതിയും നടപ്പാക്കും. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ സഹദി KC റോഡ് മുഖ്യപ്രഭാഷണം നടത്തി. സുലൈമാൻ കരിവെള്ളൂർ, ഹൈദ്രോസ് ഉസ്താദ്, അബ്ദുൽ ഹമീദ് മദനി, DA ലത്തീഫ്, ലത്തീഫ് ബനാന, അബ്ബാസ് താജ്, KR വയനാട് എന്നിവർ സംസാരിച്ചു. മംഗലാപുരം വിമാനത്താവളത്തിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചെമ്പരിക്ക സ്വദേശി ഇർഷാദാണ് പിടിയിലായത്. 4 കിലോ കഞ്ചാവുമായി വരുന്നതിനിടയിലായിരുന്നു മുഹമ്മദ് ഇർഷാദ് കസ്റ്റംസ് അധികൃതരുടെ പിടിയിലായത്. കഞ്ചാവ് ഗൾഫിലേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് എയർപോർട്ട് വൃത്തങ്ങൾ പറഞ്ഞു. കേളുകൂട്ടെ കുച്ചിഘാട്ടിലെ സാവിത്രി നിര്യാതയായി. 65 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. പരേതനായ ചന്ദ്രശേഖര ബല്യാലയുടെ ഭാര്യയാണ്. രാധാകൃഷ്ണൻ, ഫോട്ടോഗ്രാഫർ വിനയകുമാർ, മനോഹർ, അനിൽകുമാർ, പ്രേമലത എന്നിവർ മക്കളും സവിത, പ്രസന്നകുമാരി, മാലിനി, സന്ധ്യ എന്നിവർ മരുമക്കളുമാണ്. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ കാസർഗോഡ് ജില്ലാ വേദിയുടെ നേതൃത്വത്തിൽ SSLC വിജയികളെ അനുമോദിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്ക് അനുമോദനവും വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും നൽകി. കായക്കുളം ശ്രീ വിഷ്ണു ഓഡിറ്റോറിയത്തിലാണ് അനുമോദന യോഗം നടന്നത്. KMSS സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. 2014 കേരളത്തിലെ മൺപാത്ര നിർമ്മാണ സമുദായ ചരിത്രത്തിലെ സുവർണ നക്ഷത്രമായിട്ടുള്ള ഒരു വർഷമാണ്. ആ 2014 നിന്ന് 2015 കയറുമ്പോൾ നമ്മൾ ചരിത്രപരമായി നേടിയെടുത്ത ഒരു ആനുകൂല്യത്തിന്റെ യാഥാർത്ഥ്യ സ്വഭാവം കൈവരികയാണ്. ആ സ്വപ്നം സാഫല്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് 2015 നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ 1991 അന്നത്തെ കേന്ദ്ര സർക്കാർ OECയിൽ ഏർപ്പെടുത്തിയ ശേഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ജില്ലാ പ്രസിഡന്റ് V കൃഷ്ണൻ അധ്യക്ഷനായി. ജിതിൽ പാണപ്പുഴ, റിട്ടയർഡ് ജയിൽ സൂപ്രണ്ട് A ദേവദാസ് എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. VV പ്രഭാകരൻ മാസ്റ്റർ, K ഭാസ്കരൻ, K പീതാംബരൻ, ഗീതാ നാരായണൻ, നിർമ്മല ഇരുമക്കുളം, KR രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K കുമാരൻ സ്വാഗതവും KMSSS പെരിയ ശാഖാ സെക്രട്ടറി AK പ്രകാശൻ നന്ദിയും പറഞ്ഞു. അരയി ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് രോഗമുക്തി യോഗാസനം പദ്ധതി ആരംഭിച്ചു. സ്കൂൾ PTA-യും സൗഖ്യം അറ്റ് ബേക്കൽ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടത്തുന്നത്. ജീവിതശൈലി രോഗങ്ങളെയും മഴക്കാല വ്യാധികളെയും പ്രതിരോധിക്കാൻ യോഗാസനത്തോടൊപ്പം മറ്റൊന്നില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അരയി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ PTA-യും സൗഖ്യം അറ്റ് ബേക്കൽ പ്രകൃതി ചികിത്സാ കേന്ദ്രവും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര ആരോഗ്യ വികസനത്തിനായി രോഗമുക്തി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടുള്ള ആരോഗ്യ പരിപാലന പരിപാടി ആരംഭിച്ചത്. നാടൻ ഇലക്കറിമേള, ജൈവ പച്ചക്കറി കൃഷി, ശുചിത്വ ഭവന മത്സരം, വിഷം തീണ്ടാത്ത ആഹാരത്തിനായി ജനസമ്പർക്ക പരിപാടി, അടുക്കള ക്വിസ് തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടക്കും. ഡോക്ടർ ഷിംജി P നായർ, ഡോക്ടർ രജിത G നായർ,
ഡോക്ടർ ലാവണ്യ ഉപാധ്യായ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ യോഗ ഡെമോൺസ്ട്രേഷൻ നടത്തി. പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ, PTA പ്രസിഡന്റ് പി രാജൻ, KV ഷൈജു, KBR കണ്ണൻ, ശോഭന കൊഴുമ്മൽ, ഹേമാവതി, ശാലിനി, സുധീഷ്ണ, മായ എന്നിവർ നേതൃത്വം നൽകി. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും പാഠപുസ്തകം ലഭ്യമാക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ആരോപിച്ചു. പുസ്തകം ഉടൻ വിതരണം ചെയ്യണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ജില്ലാ ബാങ്ക് ഹൊസങ്കടി ശാഖയിൽ കഴിഞ്ഞ വർഷം നടന്ന വ്യാജ സ്വർണ്ണവായ്പാ തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. തെക്കിൽ ആലട്ടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ബേഡടുക്ക മണ്ഡലം കമ്മിറ്റി മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന് നിവേദനം നൽകി. ആരിക്കാടിയിൽ കടയിൽ കവർച്ച. ബംബ്രാണയിലെ മുഹമ്മദിന്റെ കടയിലാണ് കവർച്ച നടന്നത്. 40,000 രൂപ നഷ്ടപ്പെട്ടു. ഓട്ടോ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. ബായർകട്ടയിലെ സിദ്ദിഖിനാണ് പരിക്കേറ്റത്. മഞ്ചേശ്വരം ഗോവിന്ദപൈ കോളേജിന് സമീപമായിരുന്നു അപകടം. ചെറുവത്തൂർ ഗീതാഞ്ജലി യോഗ നാച്ചുറൽ ലൈഫ് ഈ മാസം 21-ന് യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാതല യോഗ ക്വിസ് മത്സരം, പ്രഭാഷണം, പുസ്തക പ്രകാശനം എന്നിവയാണ് ദിനാചരണ ഭാഗമായി നടക്കുക. രാവിലെ 9:30-ന് K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. യോഗയുടെ അനിവാര്യത നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ഷാജി കരിപ്പത് പ്രഭാഷണം നടത്തും. യോഗ നിത്യജീവിതത്തിൽ എന്നൊരു വിഷയമാസ്പദമായി ഷാജി കരിപ്പത് പ്രഭാഷണം നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇത് ബോധവൽക്കരണം എന്ന നിലയിൽ യോഗ ക്വിസ് മത്സരം, ജില്ലാതല യോഗ ക്വിസ് മത്സരം നടത്തുന്നു. അതുപോലെ പൊതുവെ യോഗ ഡെമോൺസ്ട്രേഷൻ. കുന്നത്തിലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരി പുസ്തക പ്രഭാഷണം നടത്തും. പൊതുജനങ്ങൾക്കായാണ് യോഗ ക്വിസ് മത്സരം നടക്കുക. വിജയികൾക്ക് ചലച്ചിത്ര പിന്നണി ഗായകൻ അരുണലാട്ട സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ P അനിൽകുമാർ, P സത്യനാഥൻ, അനീഷ് വെങ്ങാട്ട്, KT സനേഷ്, ബിനേഷ് മുഴക്കോം എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹോണിബാഗിലു പാലം ഉത്സവാന്തരീക്ഷത്തിൽ തുറന്നു. മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പൊതുമരാമത്ത് പണികളും അടുത്ത വർഷം ജനുവരിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ഹോണിബാഗിലു പാലം തുറക്കുന്നതിനെതിരെ നാട്ടുകാർ. ഉദ്ഘാടന ചടങ്ങിനരികിൽ പ്രതിഷേധ മാർച്ച്. മംഗലാപുരം കണ്ണൂർ ദേശീയപാതയിൽ KSRTC ബസ് സർവീസ് മുടങ്ങി. ഡിപ്പോയ്ക്ക് മുന്നിൽ BJPയുടെ ഉപരോധ സമരം. ഗോഡൌണുകളിൽ സൂക്ഷിച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കും. HIL ഏറ്റെടുക്കുന്നതിനെതിരെ നാട്ടുകാരുടെ എതിർപ്പ്. ഹൊസങ്കടിയിൽ നിയന്ത്രണം വിട്ട ഓമ്നി വാൻ വയലിലേക്ക് മറിഞ്ഞു. 2 പേർക്ക് പരിക്ക്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.